വേറിട്ട ചിത്രങ്ങളിലൂടെ മലയാള സിനിമയിൽ ഒരു സമാന്തര പാത തുറന്നിട്ട സംവിധായകൻ എം മോഹൻ ഓർമ്മയായി. 2 പെൺകുട്ടികൾ, വിട പറയും മുമ്പേ, ശാലിനി എൻ്റെ കൂട്ടുകാരി, ഇളക്കങ്ങൾ, മംഗളം നേരുന്നു, രചന, ആലോലം തുടങ്ങി 23ഓളം ചിത്രങ്ങളാണ് മോഹൻ ഒരുക്കിയത്. 1 വർഷം മുമ്പ് തിരുവനന്തപുരത്ത് ഒരു ചടങ്ങിൽ പങ്കെടുക്കവേ പക്ഷാഘാതമുണ്ടായി. തുടർന്ന് കിടപ്പിലായി. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു 76-ാം വയസ്സിൽ പ്രിയ സംവിധായകൻ്റെ അന്ത്യം. തിരുവനന്തപുരം സൂര്യയിൽ സംവിധായകൻ എം കൃഷ്ണൻ നായരെക്കുറിച്ചുള്ള ഡോക്യുമെൻ്ററി പ്രദർശനത്തിൽ പങ്കെടുക്കുമ്പോഴാണ് പക്ഷാഘാതമുണ്ടായത്. സൂര്യയുടെ വേദിയിൽ തളർന്നു വീഴുന്ന രംഗം പ്രശസ്ത ഫോട്ടോ ജേർണലിസ്റ്റ് ബി ജയചന്ദ്രൻ പകർത്തി. അതോടെ ആശുപത്രിയിലായ മോഹൻ പിന്നീട് സാധാരണ നിലയിലായില്ല. ആരും ക്ഷണിക്കാതെയായിരുന്നു എം മോഹൻ ഡോക്യുമെൻ്ററി പ്രദർശനത്തിനെത്തിയത്. തിരുവനന്തപുരത്തുള്ളവരെ മാത്രമാണ് ചടങ്ങിലേക്ക് ക്ഷണിച്ചത്. ഇങ്ങനെയൊരു ഡോക്യുമെൻ്ററി പ്രദർശിപ്പിക്കുന്നുണ്ടെന്നറിഞ്ഞ് ചെന്നൈയിൽ നിന്നാണ് മോഹൻ എത്തിയത്. അത് തന്നെ അമ്പരപ്പിച്ചതായി മുൻ ചീഫ് സെക്രട്ടറിയും കവിയും ഗാനരചയിതാവും എം കൃഷ്ണൻ നായരുടെ മകനുമായ കെ ജയകുമാർ പറയുന്നു. അദ്ദേഹത്തിൻ്റെ ഹൃദയസ്പർശിയായ കുറിപ്പ് ശ്രദ്ധേയമാകുന്നു. ചെയ്ത ചിത്രങ്ങളിൽ അത്രയും ഒരു മോഹൻ ടച്ച് ഉണ്ടായിരുന്നു. വിശദാംശങ്ങളിലുള്ള ശ്രദ്ധയും ദൃശ്യപരതയും എടുത്തു പറയണം. തിരുവനന്തപുരത്ത് മോഹൻ പങ്കെടുത്ത അവസാന ചടങ്ങും മറക്കാനാവില്ല. സൂര്യയിൽ എൻ്റെ അച്ഛനും സംവിധായകനുമായ എം കൃഷ്ണൻ നായരെക്കുറിച്ചുള്ള ഡോക്യുമെൻ്ററിയുടെ പ്രദർശനമാണ് നടന്നത്. തിരുവനന്തപുരത്തുള്ളവരെ മാത്രമാണ് ചടങ്ങിലേക്ക് ക്ഷണിച്ചത്. പക്ഷേ ഇങ്ങനെയൊരു ഡോക്യുമെൻ്ററി പ്രദർശിപ്പിക്കുന്നുണ്ട് എന്നറിഞ്ഞ് അദ്ദേഹം ചെന്നൈയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് നേരിട്ടെത്തുകയായിരുന്നു. ഞാൻ അമ്പരന്നു പോയി. ആ ചടങ്ങിൽ വെച്ചാണ് അദ്ദേഹത്തിന് പക്ഷാഘാതം ഉണ്ടായത്. ഒരുപക്ഷെ മോഹന് അന്ന് ദേഹാസ്വാസ്ഥ്യം സംഭവിച്ചിരുന്നില്ലെങ്കിൽ എൻ്റെ ഒരു ചോദ്യത്തിന് ഉത്തരം ലഭിക്കുമായിരുന്നു. എന്തായിരുന്നു കൃഷ്ണൻ നായരുമായുള്ള ബന്ധമെന്ന ചോദ്യം. അച്ഛൻ എന്നോട് മോഹനെപ്പറ്റി ഏറെയൊന്നും പറഞ്ഞിരുന്നില്ല. പക്ഷെ അവർ തമ്മിൽ ഒരു ആത്മബന്ധം നിലനിന്നിരിക്കണം. അച്ഛൻ്റെ ഒരു ചിത്രത്തിലോ മറ്റോ ആണ് മോഹൻ പ്രവർത്തിച്ചിട്ടുള്ളത്. എന്തോ ഒരു കടം ബാക്കിയുള്ളതുപോലെയാണ് അന്ന് മോഹൻ ആ ചടങ്ങിനെത്തിയത്. ഒരു ഗുരുവിനോടുള്ള കടപ്പാട് രേഖപ്പെടുത്താൻ എത്തിയതുപോലെ. ആ വേർപാട് വലിയ നഷ്ടങ്ങളിലൊന്നാണ്.